നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ ചെന മസാലയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളക്കടല ഒരു 3-4 വട്ടം നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത വെള്ളക്കടലയാണ്. അപ്പോൾ നമ്മൾ കടല തലേദിവസം നന്നായിട്ട് കഴുകിയത് കൊണ്ട് നമ്മൾ ആ സോക്ക് ചെയ്ത് വെച്ച വെള്ളം തന്നെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഏലക്ക, ഒരു 4 ഗ്രാമ്പു, ഒരു കറുത്ത ഏലക്ക, ബേ ലീഫ്, ഇത്രയും സാധനം ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗീ, നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. അപ്പം എൻ്റെ കുക്കറിന് ഒരു 4 വിസിൽ മതി. അപ്പോൾ അവരവരുടെ കുക്കറിൻ്റെ ബ്രാൻഡും ക്വാളിറ്റിയൊക്കെ വെച്ചിട്ടാണ് ആ വിസിലിൻ്റെ ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒന്ന് കുക്കായി വരട്ടെ. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. സവാള സെപ്പറേറ്റ് നമുക്ക് മിക്സിയിലൊന്ന് പേസ്റ്റാക്കി എടുക്കണം. തക്കാളി സെപ്പറേറ്റ് പേസ്റ്റാക്കി എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒരുമിച്ച് നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി ഇതൊരുമിച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കാം. തക്കാളി ചെറിയ പീസാക്കി മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് പേസ്റ്റാക്കി എടുക്കാം. സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. മസാല ഉണ്ടാക്കുന്നതിന് അടി കൊട്ടിയുള്ള ഉരുളിക്കകത്തേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 വറ്റൽമുളക്, കറുത്ത ഏലക്ക, കറുവപ്പട്ട, ബേ ലീഫ്, ജീരകം, ഏലക്ക, പെരിഞ്ജീരകം, ഗ്രാമ്പു, ജാതിപത്രി, ഇത്രയും സാധനം ഈ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഒനിയൻ നല്ല ഫൈൻ പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു അര ടീസ്പൂൺ ജീരകപ്പൊടി, ഒരു അര ടീസ്പൂൺ ഗരം മസാല, കസൂരി മേത്തി. ഇനി നമുക്കിതെല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്യാം. പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഒരു 2 to 3 മിനിറ്റ് ഇതിനകത്തൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
കുറച്ച് കടല അതിൻ്റെ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരൊറ്റ മിനിറ്റ് ഇതിനകത്തൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ബാക്കി കടലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടല വേവിച്ച വെള്ളവും കുറച്ച് കടലയും കൂടെ ഈ മസാലയ്ക്കകത്തേക്ക് ഇട്ട് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അപ്പോൾ മസാലയുടെയൊക്കെ പച്ച മണം മാറിക്കിട്ടും. ഇനി നമുക്ക് ബാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിൽ നിന്ന് ഈ ബേ ലീഫും ഈ കറുത്ത ഏലക്കയൊക്കെ റിമൂവ് ചെയ്യാം. ഇതൊക്കെ അങ്ങോട്ട് റിമൂവ് ചെയ്യാം ഇവിടുന്ന്. നമ്മൾ കടല വേവിച്ചപ്പോൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് പെപ്പർ പൗഡർ, കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെന മസാല അല്ലെങ്കിൽ കടല മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. അതും കൂടെ കഴിയുമ്പോൾ നമ്മുടെ ചെന മസാലയുടെ പ്രിപ്പറേഷൻ 100% കഴിയും. ഒരു ഫ്രൈ പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഒരു 2.5 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യുക. എണ്ണയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയതിന് ശേഷം ഇതേ കൂട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഈ ജീരകത്തിനകത്തേക്ക്. അപ്പോൾ നമ്മുടെ ചെന മസാല റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം.